ലോക OTT വന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വേണം ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. സിമ്പിളാണ്. അതായത് സോഷ്യൽ മീഡിയയിലും ഒക്കെ വരാൻ പോകുന്ന കമൻറ്റുകളും ചില പോസ്റ്റുകളും ഒക്കെ ഇങ്ങനെയായിരിക്കാം. OTT വന്നു കഴിയുമ്പോൾ OTT പ്ലാറ്റ്ഫോം പോലുമല്ല, ടെലിഗ്രാമിൽ വന്നിട്ട് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് ഇവർ കാണും. പറഞ്ഞിട്ട് കാര്യമില്ല, കട്ടെടുത്തുള്ള മുതല ഉപയോഗിക്കാനാണ് യോഗമെങ്കിൽ ഉപയോഗിച്ചോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് കണ്ടിട്ട് ഇവർ പറയും, ഇതാണോ ഇത്ര വലിയ ഹൈപ്പ് പടം, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഇല്ലല്ലോ, ഇത് കംപ്ലീറ്റ് ഇരുട്ടാണല്ലോ. ഞാനിങ്ങനെ പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെയൊക്കെ അഭിപ്രായം ഇതായിരുന്നു. ഭയങ്കര ഇരുട്ടാണല്ലോ, സ്ക്രീനെ നോക്കിയിട്ടൊന്നും കാണത്തില്ലല്ലോ. ചൊട്ടച്ചാൻ വലുപ്പമുള്ള മൊബൈലല്ല അവർ കാണുന്നത്, എന്നിട്ട് ഒരു ഗുങ്ങ് കിട്ടുന്നില്ലല്ലോ. തിയേറ്റർ എക്സ്പീരിയൻസ് പടമായിട്ടുള്ള സിനിമകളെല്ലാം കണ്ട് ഈ ചെറിയ ചൊട്ടച്ചാൻ വലുപ്പമുള്ള സ്ക്രീനിൽ ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കും, എന്നിട്ട് ഇതിനൊന്നും കാണത്തില്ലാത്തേ എന്നൊക്കെ പറയും. ഇവരോടൊക്കെ എന്ത് പറയണ്ട, ഇവരോടൊക്കെ പറയുന്ന സിമ്പിൾ കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പൂരം വെടിക്കെട്ട് കണ്ടു അതിൻ്റെ എക്സ്പീരിയൻസ് വന്ന് മറ്റൊരാളോട് പറഞ്ഞു, ഒരു മാരക വെടിക്കെട്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു പറയും. അപ്പോൾ ഈ പുള്ളിക്ക് പോകാൻ ഒത്തില്ല. പിന്നെ ഈ സെയിം വെടിക്കെട്ട് ഇവൻ ഒരു ദിവസം യൂട്യൂബിൽ കാണാൻ ഇടയായി. യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ നേരത്തെ പറഞ്ഞവനോട് പോയി പറയുക, ഇതാണ് നീ പറഞ്ഞ വെടിക്കെട്ട്, ഇതിന് വലിയ സൗണ്ട് വരുന്നില്ല, ഈ പറഞ്ഞ പോലെ വലിയ എഫക്റ്റോ ഒന്നും ഇല്ലല്ലോ എന്ന്. എങ്ങനെ ഇരിക്കും? അത്രേ ഉള്ളൂ. ഈ തിയേറ്ററിൽ പോയി കാണുന്നതും ചൊട്ടച്ചാൻ മള്ളിപ്പോലുള്ള മൊബൈൽ ഫോണിൽ ഇനി പോട്ടെ, TV കണ്ടാൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ശരിയാണ്, എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാനുള്ള സാഹചര്യമൊന്നും ഇല്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, തിയേറ്റർ എക്സ്പീരിയൻസും ഫോണിലോ അല്ലെങ്കിൽ TV കാണുന്നതും എല്ലാം നല്ല വ്യത്യാസമുണ്ട്. ചില ആളുകൾ ഇങ്ങനെ പറയുന്ന പോലെ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നതും മൊബൈൽ ഫോണിൽ ഇരുന്ന് കണ്ടാലും TV-യിലിരുന്ന് കണ്ടാലും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണം. അതൊന്നും നടക്കത്തില്ല സഹോദരന്മാരെ. നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്.